നിങ്ങൾക്ക് സമാധാനമായല്ലോ അൻസാരി സൂരി ഉസ്താദെ. അപ്പോ അൻസാരി സൂരി ഉസ്താദിനെ കുറിച്ച് ഒരു സ്ത്രീ വന്ന് തട്ടവിട്ടൊക്കെയാണ് വന്ന് സംസാരിക്കുന്നത്. അൻസാരി ഉസ്താദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവര്. അതിന് തക്കതായിട്ടുള്ള മറുപടിയും അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അപ്പോ എന്താണ് പ്രശ്നം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് എന്റെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും, ഹിന്ദുക്കള്, ക്രിസ്ത്യൻസ്, മുസ്ലിം, എല്ലാവരും ജാതിക്കാരും ഉണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഗീയത ഇല്ലാതെ നമ്മൾ എല്ലാവരും ഒന്നായിട്ട് ജീവിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, തട്ടമിട്ട കുറെ യുവതികൾ വന്നിട്ട് ഉസ്താദന്മാരെ തെറി വിളിച്ച് റീച്ച് ഉണ്ടാക്കുകയാണ്. ആ ഒരു സത്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഒരു യുവതി വന്നിട്ട് ഒരു കാരണവും ഇല്ലാതെയാണ് അൻസാരി സൂരി ഉസ്താദിനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അൻസാരി ഉസ്താദ് പറയുന്നത് ശരിയെന്ന് തോന്നുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തായാലും ഈ യുവതിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം. നിങ്ങൾക്ക് സമാധാനമായല്ലോ അൻസാരി സൂരി ഉസ്താദെ. അതായത് ഒരു പെൺകുട്ടീനെ നിങ്ങളുടെ മതത്തിന്റെ പേരിൽ ഒരു കുട്ടിനെ എന്താ പറയാ സ്ലക്ഷ്യം ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്തതാ. അവളെ പച്ചയ്ക്ക് അവളെ വലിച്ചു കീറാനായിട്ട് നിങ്ങളുടെ അനുയായികൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവളുടെ ഗതികേടിപ്പോ ഒന്ന് നോക്കിക്കേ. എന്തോരോ ആ പെൺകുട്ടി ആ വീഡിയോ നിങ്ങളുടെ ഈ ജിഹാദികൾ എന്ന് പറയുന്ന ജിഹാദികൾ ആരാണെന്ന് കൊല്ലം തുളസി സാർ ഇട്ട ആ വീഡിയോയിൽ എനിക്ക് അപ്പോഴേ തോന്നി ഈ കുട്ടീനെ അത്ര അധിക്ഷേപിക്കുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ മതത്തിലെ പെൺകുട്ടികൾ മതം വെറുക്കാൻ കാരണമാണ് നിങ്ങളെ പോലുള്ള ആളുകളാണ്. നിങ്ങളെ പോലുള്ള ആളുകൾ ഈ പെൺകുട്ടിയുടെ ഈമാൻ അളക്കാൻ വരുന്നത്, അവളെ സ്ലക്ഷ്യം ചെയ്യുന്നത്, അവളുടെ വസ്ത്രസ്വാതന്ത്ര്യം, അവളുടെ വസ്ത്രം വെച്ച് അവളെ അളക്കുന്നത്, അവളെ നാടിയാലോ പാടിയാലോ അവളെ അങ്ങേയറ്റം അവളുടെ ഉപ്പുപ്പാന വരെ വിമർശിക്കുന്നതിന്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു യുവതി ഇത്രയും പിന്നെ ദേഷ്യത്തില് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരി പറയുന്ന ഒരു രീതി കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കണം ആരാണ് നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊണ്ട വലിച്ചു കീറി സംസാരിക്കുന്നത്. അപ്പൊ ഈ അൻസാരി ഉസ്താദ് സംസാരിച്ച ഏത് വീഡിയോ ആണ് ഈ ഒരു യുവതിക്ക് കൊണ്ടതെന്നുള്ളത് ഞാൻ വെച്ചു തരാം. അപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ യുവതി ഉദ്ദേശിക്കുന്നത് അൻസാരി ഉസ്താദിനെ തെറിവിളിക്കുക മാത്രമല്ല കേട്ടോ, നല്ല രീതിയിൽ റീച്ച് കിട്ടണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫോളോവേഴ്സും കയറണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അൻസാരി ഉസ്താദിനെ മാത്രമല്ല വേറെ കുറെ ഉസ്താക്കന്മാരെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ എന്തായാലും വരാം. അതിനു മുമ്പ് ഈ പുള്ളിക്കാരി പറയുന്നത് ബാക്കി കൂടെ കേട്ടിട്ട് വരാം. ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു പെൺകുട്ടീന്റെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടീന്റെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സ്ലക്ഷ്യം ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. നിങ്ങളുടെ ഈ ഔലിയാക്കന്മാര് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉപ്പുപ്പാനെ കണ്ടാൽ, ആ ഔലിയ ഉപ്പുപ്പാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചതായിട്ട് തോന്നില്ല, പല്ല് തേച്ചതായിട്ട് തോന്നില്ല, നിസ്കരിച്ചതായിട്ട് തോന്നില്ല. ഇവിടെ ഔലിയ ഇവിടെ കിടന്നുറങ്ങുമ്പോ അവിടെ പിന്നെ എന്താ പറയുക, മക്കയിൽ ചെന്നിട്ട് ഹറമിൽ ചെന്നിട്ട് തോഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആളുകള്. ഇത്രയൊക്കെ പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തിലെങ്കിലും നിങ്ങൾ ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പിന്നെ കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൗമിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? പെണ്ണുങ്ങളെ ഇങ്ങനെ ഈ ലക്ഷ്യം ചെയ്യാൻ പാടില്ല എന്ന്, അനാവശ്യം പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ കേൾക്കണം ഫുള്ളായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി തന്നെ വന്ന് പറയും ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് കേൾക്കാതെയാണ് നിങ്ങൾ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു വരും. അതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരി പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കാം. അല്ലാണ്ട് ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങേയറ്റം അധിക്ഷേപിക്കാനും അധിക്ഷേപിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതല്ല നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ അന്തസ്. മനസ്സിലായില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി ആ പെൺകുട്ടീനെ അത്രയും കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു നബിദിനത്തിന് ഞാൻ നബിദിനം നടത്തണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നബിദിനത്തിന്റെ പിന്നെ എന്താ പറയാ അതിന്റെ ആഘോഷങ്ങൾ ലളിതമാക്കുക. ഈ കുറെ തോന്നിയാസം നബിദിന റാലിയിൽ നടക്കുന്നുണ്ട്. ആ തോന്നിയാസങ്ങൾ ഒഴിവാക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് നടത്തണ്ടെന്നോ ആഘോഷിക്കണ്ടെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് കുറെ അല്ലവലാദികളായിട്ടുള്ള ആളുകൾ, എനിക്ക് അങ്ങനെ തന്നെ ഞാൻ പറയും, അല്ലവലാദികളായിട്ടുള്ള പെണ്ണുങ്ങളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണോ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. പെണ്ണുങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അവളെ ലിപ്സ്റ്റിക് ഇട്ടോന്നും അവളെ എന്തിട്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും അവളുടെ ഈമാനെ ചോദ്യം ചെയ്യാനും അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൗമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെ ഒരു പെണ്ണിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കണമെന്നുള്ളത്. അതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ പുള്ളിക്കാരിയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം ടി വി ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ഈ ശശികലയൊക്കെ പോയിരിക്കുമല്ലോ, അതുപോലെ പുള്ളിക്കാരിയും പോയി ഇരുന്ന് റീച്ച് കിട്ടണം, ഇങ്ങനെ ഉസ്താദിനെയൊക്കെ തെറി വിളിച്ചിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ട വിട്ടിട്ട് ഇതിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഇഷ്ടം പോലെ വ്യൂസ് കിട്ടും. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ. തട്ട വിട്ടിട്ട് ഉസ്താദിനെ തെറി വിളിച്ചാൽ നല്ല രീതിയിൽ റീച്ച് കയറും.
മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ മുസ്ലിമിനെ തന്നെ കുറ്റം പറയുന്ന സമയത്ത് നല്ല രീതിയിൽ ഫോളോവേഴ്സും റീച്ചും കാര്യങ്ങളും ഒക്കെ കയറും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നാണമില്ലാത്ത വർഗ്ഗങ്ങൾ, അറപ്പ് തോന്നുന്നു. ചുമ്മാതല്ല ഈ ജസ്ലാം മടശ്ശേരിയെ പോലുള്ള ആളുകൾ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ പിന്നെ എന്താ പറയുന്നത് നിരീശ്വരവാദികളോ അല്ലെങ്കിൽ RSSകാരോ അല്ലെങ്കിൽ BJPക്കാരോ ക്രിസ്സംഖികളോ മറ്റുള്ള ആളുകളോ ഒന്നും വേണ്ട ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട്. നിങ്ങളെ പോലുള്ള ഒസ്താക്കന്മാരുടെ എന്താ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ, സ്ത്രീകളെ അധിക്ഷേപിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്ന ലൈംഗികത, സ്ത്രീ എന്ന് പറയുന്നത് ഇത് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ. മറ്റുള്ള സാമൂഹ്യ വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് ട്രോള് കിട്ടുവാണോ? നിങ്ങളാണ് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി കൊണ്ടുന്നു. നിങ്ങളാണ് ഇസ്ലാമിനെ വിൽക്കുന്നത്, നിങ്ങളാണ് ഇസ്ലാമിനെ വെറുപ്പിക്കുന്നത്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഒരു മനുഷ്യരും അല്ല. അപ്പോ ഞാനൊരു കാര്യം പറയാം, ഈ പുള്ളിക്കാരി ഇത്രയും നേരം കിടന്ന് വായിട്ടലച്ച് പിന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിച്ച് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രസംഗിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ടാണ് പുള്ളിക്കാരിക്ക് ഇത്രയും കുരു പൊട്ടിയത്. പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെ ഒക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ. അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പം ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഉത്സാരം അകക്കാമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജെമിനിയുടെ ചോദിച്ചാലൊക്കെ കിട്ടൂലേ? എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? നീയിപ്പോൾ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറ് അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂതം ഒന്ന് കേട്ടു. കണ്ടില്ലേ, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതിനാണ് പുള്ളിക്കാരി പൊട്ടിത്തെറിച്ചത്. ഓക്കെ, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതിനാണ് അവള് പൊട്ടിത്തെറിച്ചത്. ഓക്കെ, ഉസ്താദ് പറയുന്ന ബാക്കിയും കൂടി കേൾക്കാം. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷ മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുർആൻ പഠിച്ച ആളെന്നല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹത്തുക്കളോട്, മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഗമനമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇടില്ലേ, അവരെ രക്ഷ്യത്തെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റൂ. അവരുടെ ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലാകും? അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷൻ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്നുള്ള തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യന്റെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് കിടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും. അപ്പോ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു മറുപടി കൊടുക്കുന്ന പുള്ളിക്കാരിക്ക്. എന്നാലും ഞാൻ ഉസ്താദിനെ പൊക്കി പറയുന്നൊന്നുമല്ല കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് പുള്ളിക്കാരി ഓരോന്നൊക്കെ പറഞ്ഞു വന്നത്. സത്യം പറഞ്ഞാൽ വളരെ മോശമെന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എടാ, ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്കേ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്കേ ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പൊ കൊല്ലം തുളസി സാറ് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേർക്കൊണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ മിനിമം നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ളവർ ഓത്തുപിടിപ്പിക്കുന്ന അവസ്ഥയായി. അപ്പൊ ഉസ്താദ് ഈ പറഞ്ഞതിലാണ് അവൾ ഇത്രയും നേരം വന്നിരുന്ന് പ്രസംഗിച്ചത്. ആ പുള്ളിക്കാരി പറയുന്നുണ്ട് ഉസ്താദ് വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. ഉസ്താദ് വസ്ത്രത്തെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ടോ? അപ്പൊ ഒരു കമന്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ ഇതില്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരിക്ക് ഒരു കാമുകനുണ്ട്. പുള്ളിക്കാരിയുടെ കാമുകൻ ഒരു സംഖ്യയാണ്. ആ സംഖ്യക്ക് വേണ്ടി അല്ലെങ്കിൽ സംഖ്യക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഈ ഉസ്താദിനെ തെറി വിളിച്ച് രംഗത്ത് വന്നത്.
അപ്പൊ അൻസാരി ഉസ്താദ് തന്നെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ പറയുന്നതെന്ന്. നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദിന്റെ ആ മറുപടി വീഡിയോ ഒന്ന് കണ്ടിട്ട് ആളുകൾ ഈ പെൺകുട്ടിയുടെ ഈമാൻ അളക്കാൻ വരുന്നത്, അവളെ സെലക്ഷൻ ചെയ്യുന്നത്, അവളുടെ വസ്ത്രസ്വാതന്ത്ര്യം, അവളുടെ വസ്ത്രം വെച്ച് അവളെ അളക്കുന്നത്, അവളെ നാടിയാലോ പാടിയാലോ അവളെ അങ്ങേയറ്റം അവളുടെ ഉപ്പുപ്പാനെ വരെ വിമർശിക്കുന്നതിന്. മനസ്സിലായോ? ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്കൊരു പെൺകുട്ടിയുടെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സെലക്ഷൻ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? സഗൗരവം നിങ്ങളോട് പറയണം, ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. നിഷ്കളങ്കരായ കുറെ മുസ്ലിമീങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ പോയി ഇവരെ നന്നാക്കാമെന്ന് ശ്രമിച്ചിട്ട്, ഉപദേശിക്കാമെന്ന് ശ്രമിച്ചിട്ട് മറ്റു ചില ആളുകൾ പോയി തെറിയും വിളിക്കുന്നുണ്ട്. പൊന്നുമക്കളെ, നിങ്ങൾ ഈ പെൺകുട്ടി ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ആ നിഷ്കളങ്ക ഭാവം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് വർത്തമാനകാല കേരളത്തിന്റെ ഒരു നവോത്ഥാന നായികയാണെന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന നായികയാണെന്ന് ചില തട്ടം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ നവോത്ഥാന നായികക്ക് പിന്നിൽ ചില ആളുകളുണ്ട്. കുട്ടി നിഷ്കളങ്കമായി പറയുന്നു, അവരുടെ തെറ്റിദ്ധാരണയാണെന്ന് തിരുത്താൻ ഒരു കാരണവശാലും തിരുത്താൻ പോകരുത്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം എന്ന് പറഞ്ഞില്ലേ? ഈ കണ്ണും കാതും ഹൃദയമൊക്കെ അടക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഈ പെൺകുട്ടി TG മോഹൻദാസിനെതിരെ പറഞ്ഞ ഒരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കുകയാണ്. കണ്ടല്ലേ? ഈ ക്ലിപ്പിന്റെ വ്യൂസ് എത്ര നിങ്ങൾക്കറിയോ? നോക്കൂ, കേവലം 19K എത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഇസ്ലാം മത പണ്ഡിതന്മാരുടെയും ഇസ്ലാം മതത്തിനകത്തുള്ള പല കാര്യങ്ങളെയും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂസാണ്. അപ്പം കളി അറിയാം, കളവും അറിയാം. കണ്ടില്ലേ, ഇവളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പണവും റീച്ചും തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മതത്തെ കുറിച്ച് ഇങ്ങനെ വർഗീയത സംസാരിക്കുന്നതിനെ കുറിച്ചും അതുപോലെ പിന്നെ ഒരു മതത്തിൽ നിന്നുകൊണ്ട് ബാക്കി മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതും, അതുപോലെ തന്നെ ഉസ്താക്കന്മാരെ ഇപ്പൊ ഒരു തട്ട വിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ഉസ്താക്കന്മാരെ തെറി പറയാം, അല്ലെന്നുണ്ടെങ്കിൽ അൻസാരി ഉസ്താദിനെ ആണെങ്കിൽ എനിക്ക് നല്ലത് പറയാം. പക്ഷെ അതിൽ നല്ലത് പോയി ചാവുന്നതല്ലേ ഈ വർഗീയത പറയുന്നതിലും ഈ ഉസ്താക്കന്മാരെ തെറി വിളിക്കുന്നതിലും ഒക്കെ. അതിലും ഭേദം പോയി താകുന്നത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരിക്കലും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇവരുടെ പിന്നെ എന്താണ് ഈ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെ ഒന്നും കുറ്റം പറയാൻ നമുക്കൊന്നും അങ്ങനെയൊന്നും കുറ്റം പറയാൻ പാടില്ലെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ നിൽക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഒരു കാര്യം പറയാലോ, നമുക്കിപ്പോ ഭയങ്കര വ്യൂസ് ഒക്കെ കുറവായിരിക്കും, പക്ഷെ ഉസ്താക്കന്മാരെ തെറി വിളിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂജാരിനെ തെറി വിളിച്ചോ അല്ലെങ്കിൽ പള്ളിയിലച്ഛനെ തെറി വിളിച്ചോ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വൈറലാവുകയും ചെയ്യും, നല്ല രീതിയിൽ വ്യൂസ് കയറുകയും ചെയ്യും. പക്ഷെ വേണമെങ്കിൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ആ വ്യൂവർഷിപ്പില് കൂടെ പണം ഉണ്ടാക്കി പിന്നെ ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ദഹിക്കത്തില്ല ശരിക്കും. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ട നമ്മൾ മുസ്ലിം സമൂഹമായിരിക്കും. എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. മോനെ, എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറും പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. ഇവരൊക്കെ സമൂഹത്തിൽ ഒരു മനുഷ്യന്റെ എങ്കിലും ഹൃദയത്തെ അവർക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇവരുടെ വീഡിയോ കണ്ട ഒരു മനുഷ്യൻ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു നന്മയുടെ വാക്താക്കളായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. ഇവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ ദിവസവും ഇവര് തന്നെ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ ഓർത്തുകൊണ്ട് ഇപ്പം ആലോചിച്ച് നോക്കിയേ, ഈ നാദിയ ഖാദറോ തസ്ലീമ നസറോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടോ? ഇന്നലെ ഞാൻ ആലോചിക്കാണ്, ശ്രീകല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇന്നലെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അവരുടെ കുടുംബസമേതം ഇവിടെ വന്നിരുന്നു. എഴുത്തുകാരിയാണ്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മളുമായിട്ട് സന്തോഷിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ പറയുന്നൊരു മറുപടി എന്ന് പറഞ്ഞാലേ, ഇവരൊക്കെ മനസ്സിലാക്കിയത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണെന്ന്. അല്ല, നമുക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മുടേതായ ഒരു ലൈഫ് സർക്കിളിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഒരു മിനിറ്റ് പോലും ഇവരാരും മനസ്സമാധാനം അനുഭവിക്കുന്നില്ല എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ 24 മണിക്കൂർ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ, മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യാതന ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയോ അങ്ങനെ വാതുറന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അത്തരം ടോക്സിക് ആയ മനുഷ്യരെ കമന്റ് ബോക്സിൽ പോയി ഉപദേശിക്കാമെന്നും പരിവർത്തനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിഫല ശ്രമത്തിന് വേണ്ടി നമ്മൾ നിൽക്കണ്ട. അവരാ വഴിക്ക് വിടുക. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ഇതിന് ഇപ്പം ഒരാൾ ഇന്നിപ്പം രാമസിംഹന്റെ ഇന്റർവ്യൂ വന്നിട്ട് നിങ്ങൾ കണ്ടു കാണും. രാമസിംഹൻ അദ്ദേഹത്തിന്റെ നിസ്സഹായത കണ്ട ആ പേരൊന്ന് മാറിയപ്പം രാമസിംഹൻ അലി അക്ബർ എന്നുള്ള പേരിൽ നിന്ന് രാമസിംഹനിലേക്ക് മാറിയപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹം ഇന്റർവ്യൂ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ
ഇങ്ങനെ കുറെ ആളുകൾ രംഗത്ത് വരും. അവരെ സംബന്ധിച്ചിടത്തോളം റീച്ച്, അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ അതിന് പാത്രമായി നിൽക്കരുത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഒഴിവാക്കുകയാണ്. അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്ത് ചെയ്തോട്ടെ, നമ്മൾ അതിന് മറുപടി പറയാനേ നിൽക്കരുത്. നമ്മൾ അവരെ ശ്രദ്ധിക്കാനേ പോകരുത്. അങ്ങനെ ശ്രദ്ധിക്കാതെ പോലും ഇന്നലെ ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ വിദ്വേഷികൾ ഒരു പരാജയപ്പെട്ടു പോകും. അവർക്ക് ഒരു കാരണം വെച്ചാൽ വിജയിക്കാൻ കഴിയില്ല. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മാറിപ്പോരുത്. നമ്മുടെ ഉത്തരവാദിത്തം മുടങ്ങും, നമ്മൾ ചെയ്യേണ്ട ദൗത്യം മുടങ്ങും, നമ്മൾ ഇവരെ പിന്നാലെ പോകും. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഇത്തരം ജന്മങ്ങളെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഉസ്താദ് കൊടുത്ത മറുപടി എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉസ്താദ് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ്? തട്ടവിട്ട് ഉസ്താദിനെ തെറി പറഞ്ഞവരുടെ ഭാഗത്താണോ ശരി, അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടാണോ ശരി എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഉസ്താദ് കൊടുത്ത മറുപടി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്തായാലും ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.